ഇപ്പം നമ്മളുടെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ എൻ്റെ പറമ്പിൽ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് അപ്പിയിട്ട് വെച്ചാൽ നിന്നോടൊക്കെ ചന്തി കഴിവിട്ട് എണീച്ച് പോകടാ എന്ന് തന്നെ അപ്പുറത്തേക്ക് ഇത്തരക്കാരെയൊക്കെ ഞാൻ അത്രയ്ക്കുള്ള പ്രാധാന്യത്തിൽ പോലും ഞാൻ പൊതുവെ പരിഗണിക്കാറില്ല. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിഗ് ബോസ് എന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി എന്നെ സഹായിച്ച ഒരു ഷോ മാത്രമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ പിണറായി വിജയൻ ചെയ്തെന്നില്ലെന്നോ പിണറായി വിജയൻ്റെ മകളെ കെട്ടിച്ചെന്നില്ലെന്നോ പറഞ്ഞുകൊണ്ടാണോ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്? ഇപ്പം ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചു. അഖിലേട്ടനെ തൃക്കാക്കരയിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഒരുപാട് നാളുകളായിട്ട് പലർക്കും വേണ്ടി പല കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു കൊടുത്ത ഒരാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്പേസിലേക്കുള്ള ഒരു യാത്രയാണല്ലോ ഇതെന്ന് പറയുന്നത്. അതിനകത്തുള്ള സന്തോഷം. ഇപ്പം ഈ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ച അഖിലേട്ടനാണ് സ്ഥാനാർത്ഥി എന്ന് കണ്ടതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അഖിലേട്ടന് നെഗറ്റീവായിട്ടൊരു ടീം പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രോൾ ഉണ്ടാക്കിയിടുക അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനം. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ കുറച്ച് പേർക്ക് പൊള്ളിയിട്ടുണ്ടായത് കൊണ്ടാണ് അത്തരം ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ. അത് നമ്മുടെ വിജയമാണത്. ഇപ്പോൾ ഇന്ത്യയിൽ 35% ആദ്യം എനിക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് 30% പേരുടെ പിന്തുണയുള്ളൂ. 70% പേരും അദ്ദേഹത്തെ തെറി വിളിക്കുകയാണ്. ഇവനിപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ എടുത്താലും 30-35% പേര് പിന്തുണയ്ക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ എതിർക്കുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു ജനകീയ നേതാവിനും അല്ലെങ്കിൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ 1950 50% പേര് എതിർപ്പ് അന്നും ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എതിർപ്പുണ്ടാകുന്നത് എനിക്കെന്നല്ല, ആർക്കായാലും അത്ര പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ആ എതിർപ്പിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് തിരുത്തപ്പെടേണ്ട കാരണമാണെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ ആൾക്കാർ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്നതിനെ ഞാൻ ശ്രദ്ധിക്കാൻ പോലും പോകത്തില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മളുടെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ എൻ്റെ പറമ്പിൽ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് അപ്പിയിട്ട് വെച്ചാൽ നിന്നോടൊക്കെ ചന്തി കഴിവിട്ട് എണീച്ച് പോകടാ എന്ന് തന്നെ അപ്പുറത്തേക്ക് ഇത്തരക്കാരെയൊക്കെ ഞാൻ അത്രയ്ക്കുള്ള പ്രാധാന്യത്തിൽ പോലും ഞാൻ പൊതുവെ പരിഗണിക്കാറില്ല. പക്ഷേ അതേസമയം വിമർശനം ക്രിയാത്മകമായിട്ട് പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വിമർശനങ്ങൾ ക്രിയാത്മകമാകുമ്പോൾ നമുക്ക് തിരുത്താനുള്ള മനസ്സുണ്ടാകും. ഇതിൻ്റെ അകത്ത് പറയുന്നത് ബിഗ് ബോസ് ഷോ അല്ല യഥാർത്ഥ രാഷ്ട്രീയം, അല്ലാത്ത ഇലക്ഷൻ എന്ന സാധനം. ഇതിനകത്ത് അഖിലേട്ടൻ പറഞ്ഞൊരു ബൈറ്റിൻ്റെ അകത്ത് പറയുന്നുണ്ട്, 100 ദിവസം ബിഗ് ബോസ് ഷോയിൽ ഏഷ്യാനെറ്റിൽ എന്നെ കണ്ട എല്ലാവരും, അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത്, അതിൻ്റെ അകത്ത് മൊത്തം കമൻറ്റുകൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് ഷോ അല്ല ഇലക്ഷൻ, ഇല്ലെങ്കിൽ അതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഖിലേട്ടൻ പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാതെ ഓരോ ചാനലുകൾക്കും അവരുടെ നിലനിൽപ്പുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരുടേതായ രീതിയിൽ ഓരോന്ന് പടച്ചുവിടും. ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്തൊരു ചോദ്യം വരുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? അപ്പം ഞാൻ പറഞ്ഞത് ഇല്ല, തിരഞ്ഞെടുപ്പിൽ ഒരു സെലിബ്രിറ്റികളുടെയും സ്റ്റാറ്റസ് ഗുണം ചെയ്യാൻ പോകുന്നില്ല. പകരം പോപ്പുലാരിറ്റി ഗുണം ചെയ്യും. ഇപ്പോൾ ഒരാളെ നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത വരുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് കണ്ട ഒരാൾക്ക് എന്നെ അറിയാം എന്ന് ഞാൻ പറഞ്ഞ ഉടനെ ബിഗ് ബോസ് കണ്ട ആൾക്കാരെല്ലാം നമുക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമം എഴുതി വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ ഒരു 100 ദിവസത്തെ ജീവിതം കണ്ടിട്ടുള്ളവരാണ് ബിഗ് ബോസിലെ കൂടുതൽ പ്രേക്ഷകർ. അപ്പോൾ ആ ഒരാൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ അവരെ വോട്ടും തരുമെന്നോ അല്ലെങ്കിൽ അതിലൂടെ വോട്ട് കിട്ടുമെന്നോ അല്ല. ഇനി ബിഗ് ബോസ് ആണ് അഖിൽമാരാരുടെ രാഷ്ട്രീയമെന്ന് എന്നെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തനല്ലേ ഈ പറയുന്നത്. ഞാൻ ഇന്ന് കേരളത്തിൽ ഇപ്പം നീ പറ, എന്താണ് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട യോഗ്യത എന്താണ്? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വേണ്ട കാര്യം ചെയ്ത ഒരുത്തനും ഈ നാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ടില്ല. ഞാൻ ചോദിച്ചത് ഒരു സ്ഥാനാർത്ഥി ആവാനുള്ള യോഗ്യത എന്തുവാ? ഒന്നുമല്ല, പറ ഉത്തരം. നീ പറഞ്ഞാൽ ഈ സംസാരിക്കാനുള്ള ഒരു കഴിവ്, തർക്കിച്ച് നിൽക്കാൻ. ഇതൊന്നും അല്ലടാ, ഒരു സാധാ പൗരനായാൽ മതി. ഈ രാജ്യത്ത് വോട്ടവകാശമുള്ള ഒരു പൗരന് ഇവിടെ മത്സരിക്കാം. അവനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിക്കുന്നതിനാണ് കുറച്ചും കൂടെ വാല്യൂ വരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത്, രമേഷ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ചോദിക്കണം. എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ളൊരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 2, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്
എൻ്റെ നാട്ടിൽ നടന്ന ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന തെറ്റുകൾക്ക് വേണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തൊഴിലുറപ്പിലെയും മറ്റ് പ്രദേശത്തെയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എടുത്തൊരു സിനിമ പോലും പൊളിറ്റിക്കൽ സ്വഭാവമുള്ള സിനിമയാണ്. ഒരുപാട് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിഗ് ബോസ് എന്നെ കുറച്ച് ആൾക്കാർ തിരിച്ചറിയാൻ വേണ്ടി എന്നെ സഹായിച്ച ഒരു ഷോ മാത്രമാണ്. അതിനിപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി എന്തിനാ ബിഗ് ബോസ്, എന്തിനാ സിനിമ? ഏറ്റവും താഴെ തട്ടി പ്രവർത്തിച്ചൂടെ? ഇപ്പോൾ ഒരു വളരെ സാധാരണക്കാരൻ, ഒരു CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, അയാൾ എന്തുകൊണ്ടാണ് ഒരു പാർട്ടിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ യോഗ്യത ഇല്ലാതായി മാറുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ കേട്ടിടത്തോളം ഉദയകുമാർ എന്ന് പറയുന്ന CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു സീറ്റ് കിട്ടേണ്ടിയിരുന്നത് എന്ന് CPM-ൽപ്പെട്ട കുറച്ച് പേർ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയോഗ്യത എവിടെയാണ് പാർട്ടിയിൽ? അപ്പോൾ ഇത് കാരണം ഇപ്പം നമ്മളെ ഒരാൾ പരിഗണിക്കുമ്പോൾ നമ്മൾ ഈ പോപ്പുലറായിട്ട് നമ്മൾ മാറുമ്പോഴും നമ്മളെടുത്ത നിലപാടുകളും നമ്മൾ സ്വീകരിച്ച സമീപനങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും യുവ നേതാക്കന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ 2 കേസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ആ 2 കേസുകളുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൽ പിണറായി വിജയൻ ചെയ്തെന്നില്ലെന്നോ പിണറായി വിജയൻ്റെ മകളെ കെട്ടിച്ചെന്നില്ലെന്നോ പറഞ്ഞുകൊണ്ടാണോ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത്? നാട്ടുകാർക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിമർശനം നമ്മൾ ഒരാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തിന് കഴമ്പുണ്ടോ ഇല്ലയോ എന്നറിയാം. ഇവർക്കെന്നെ ഭയമാണ്. അഖിൽമാരാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ മത്സരിച്ചാലോ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള ഭയമാണ് ഇവരുടെ മെയിൻ അടിസ്ഥാനപരമായ കാരണം. ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യത്തിന് കഴമ്പില്ലെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും മത്സരിച്ച് തോറ്റുപോയിട്ട് ഒന്നുമല്ലാതായി പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുള്ള കാര്യമില്ല, ആരെയും വിമർശിക്കാൻ പോലും പോകത്തില്ല. അതാണ് എൻ്റെ സത്യം. അവരുടെ ഉള്ളിലെ ഭയമാണ് പലപ്പോഴും വിമർശന രൂപേണ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണോ അഖിൽമാരാർ? അത് ഏത് നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് വന്നിരുന്നായിരുന്നു. കമൻ്റല്ല എനിക്ക് അല്ല, അതിനകത്ത് വയനാട്ടിൽ ഓഫർ ചെയ്ത വീട് എവിടെ? വയനാട്ടിൽ സർക്കാർ അല്ലാതെ ആരെങ്കിലും വീട് വെച്ച് കൊടുത്തത് നിനക്കറിയാമോ? ഇല്ല. പിണറായി വിജയൻ അല്ലാതെ കേരളത്തിൽ വയനാട്ടിൽ വീട് വെച്ച് കൊടുത്ത എത്ര പേരെ അറിയാം നിനക്ക്? ഓഫർ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഞാൻ പറയട്ടെ. OB ചെമ്മണ്ണൂർ 100 വീട് ഓഫർ ചെയ്തു, വെച്ച് കൊടുത്ത കണ്ടോ? യൂസഫ് അലി 100 വീട് ഓഫർ ചെയ്തു, വെച്ച് കൊടുത്തത് കണ്ടോ? ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 50ഓളം വീടുകൾ ഓഫർ ചെയ്ത് വെച്ച് കൊടുത്തത് കണ്ടോ? ക്രൗൺ പ്ലാസയുടെ ഓണർ നമ്മുടെ KG എബ്രഹാം സാർ 50 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, വെച്ച് കൊടുത്തത് കണ്ടോ? പിന്നെന്തിനാ എന്നോട് വന്ന് ചോദിക്കും? പക്ഷേ ചോദ്യങ്ങൾ വരുന്നത് മൊത്തം അഖിൽമാരാർ വീട് വെച്ച് കൊടുത്തില്ല എന്ന്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് മാത്രം ചോദിക്കുന്നത്? അത് ആദ്യം അറിയണം. എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ വെളിയിൽ നിന്ന് വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്തത്? കേരളത്തിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരിൽ വളരെ കുറച്ച് പേരെ മാത്രമാണ് സർക്കാർ അതിനുവേണ്ടി ബന്ധപ്പെട്ട മീറ്റിങ്ങിലേക്ക് വിളിച്ചത്. ഈ വിളിച്ച ആൾക്കാരുടെ അടുത്ത് സർക്കാർ തന്നെ പറഞ്ഞത്, നിങ്ങൾ വീട് വെച്ച് കൊടുക്കണ്ട, പണം ഞങ്ങൾക്ക് നൽകിയാൽ മതി എന്നാണ്. അങ്ങനെ പണം ഞങ്ങൾക്ക് നൽകിയാൽ മതിയതിൻ്റെ കേട്ടതുകൊണ്ടാണ് പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറിയത്. വയനാട്ടിൽ നമുക്ക് വെറുതെ പോയി വീട് വെച്ച് കൊടുക്കാൻ ആ സാഹചര്യത്തിൽ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അവിടെ അർഹതപ്പെട്ട ആർക്കാണ് വീട് കിട്ടേണ്ടതെന്നുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടണം. അവിടെ സർക്കാരിൻ്റെ കയ്യിൽ 760 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. 760 കോടി രൂപയിൽ ഒരു 200 കോടി രൂപ മാത്രം മതിയാവും ഇത്രയും ജനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ. അപ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് വീട് വെച്ച് കൊടുക്കേണ്ട സാഹചര്യം അവിടെ നിലവിലില്ല. നമ്മൾ തുടക്ക സമയത്ത് നമ്മളിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഉദ്ദേശിക്കുന്ന പൈസ കിട്ടാതെ വന്നാൽ വെളിയിൽ നിന്ന് സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അവിടെ ചെയ്യും. അപ്പം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിലവിൽ ചെയ്തു കൊടുക്കുന്നതിൽ കൂടുതൽ തുകയും സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. 760 കോടി രൂപ പിരിച്ചു വെച്ച സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ സാസ്കി ഫണ്ട് ഉൾപ്പെടെ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, ഞാൻ ഇപ്പോൾ വന്നിട്ട് വീട് വെച്ച് തരാമെന്നെങ്കിൽ അവിടെ ആർക്കാണ് വീട് വേണ്ടത്? നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകാം. അവിടെ വീട് വെച്ച് കൊടുക്കേണ്ട ആൾക്കാരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോവാം. എങ്കിലല്ലേ നമുക്ക് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഈ ഇത്ര ആൾക്കാർക്ക് കോൺഗ്രസ് പാർട്ടി 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ ഇപ്പോൾ കൊണ്ട് കല്ലിട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആരെയും നിന്നും പിരിച്ച പൈസ എടുത്തിട്ടല്ല, നമ്മുടെ അധ്വാനിച്ച തുകയിൽ നിന്നാണ്. അത് എന്നെ ഒരുത്തനും എന്നെ വിമർശിക്കേണ്ട കാര്യമില്ല. നാട് മുഴുവൻ നടന്ന് പണം പിരിച്ച് സർക്കാരിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത് ഈ ചോദ്യം. ഇപ്പോൾ ഈ ഇലക്ഷനിൽ NDAക്ക് വേണ്ടി ഈ 2020 ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പം അത് പല രീതിയിൽ പല രീതിയിൽ ചർച്ചകളും കാര്യങ്ങളും വരുന്നുണ്ട്. കാശ് കൊടുത്തിട്ട് പല രീതിയിലാണ് പല മെയിനായിട്ടുള്ള സെലിബ്രിറ്റീസിനെ ഇലക്ഷൻ നിർത്തുന്നതെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അഖിലേട്ടന് പറയാനുള്ളത്? എനിക്ക് 5 പൈസ തന്നിട്ടില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് പോലും തരുന്നതിൽ ബുദ്ധിമുട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പം സഹതാപവും അല്ലെങ്കിൽ പരിഹാസവും മാത്രമൊക്കെ അതിനകത്തൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. മറ്റുള്ളവർ പോയതിനെക്കുറിച്ചിട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആര് പ്രവർത്തിക്കണം? ഇപ്പം BJPയിൽ പോകുന്ന ആൾക്കാരുണ്ട്. മറ്റേ പിഷാരടി പോയത് കോൺഗ്രസ്സിലല്ലേ? പിഷാരടിക്ക് എത്ര രൂപ കിട്ടിയിട്ടാണ് കോൺഗ്രസ്സിൽ പോയത്? പിഷാരടി സമാധാനമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന പിഷാരടി കോൺഗ്രസ്സിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്
അപ്പോൾ അങ്ങനെ ഇതൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കംഫർട്ടാവുന്ന, പ്രവർത്തിക്കാൻ സ്പേസ് നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനായിരിക്കും നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. സോ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കോൺഗ്രസിനെക്കാട്ടിയും കൂടുതലും പ്രവർത്തിക്കാൻ സ്പേസ് നൽകുന്ന ഒരു പൊളിറ്റിക്കൽ തോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഭാഗമായത്. അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പം അതേസമയം ബാക്കിയുള്ള കുറേ സെലിബ്രിറ്റികളായിട്ടുള്ള പല ആൾക്കാരും വന്നു, ആ തീരുമാനം എടുക്കേണ്ട ആൾ ഞാനല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അതിനകത്തൊരു സംസ്ഥാന പ്രസിഡൻ്റുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ടീമുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ മണ്ഡലത്തിലും മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥാനാർത്ഥികളെ അവർ വെളിയിൽ നിന്ന് കണ്ടുപറ്റുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയിൽ മത്സരിക്കാതെ ഇപ്പോൾ തൃക്കക്കരയിലാണല്ലോ മത്സരിക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ സീറ്റിൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും 2020 ഒരാൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ തൃക്കക്കരയിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അഖിലേട്ടൻ കൊണ്ടുവരുന്ന നല്ലൊരു 3 മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് നമ്മൾ ഒരു മാറ്റം, 2 മാറ്റം, 3 മാറ്റം എന്ന് പറഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരാനല്ല. ഇവിടുത്തെ എന്താണ് ഈ തൃക്കാക്കര മണ്ണിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ തൃക്കാക്കരയിൽ പുതിയതായി ചെയ്യേണ്ട കാര്യം. ചിലപ്പോൾ ഇവിടെ ചില മണ്ഡലമായ ചിലപ്പോൾ ഒരു പ്രശ്നം കാണത്തില്ല. ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മണ്ഡലം ആയിരിക്കാം ഒരു പക്ഷേ. എനിക്ക് മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനേക്കാളെല്ലാം ഉപരി ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ വിളിച്ച് പറയുകയല്ല. നമ്മളെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിനോടത് ഈ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആവശ്യപ്പെടുക. അത് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുത്തിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നാട്ടിലെ ഒരു ജനതയ്ക്ക് അവർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിയമസഭയിൽ വേണം. ഇപ്പം നിയമസഭ എന്ന് പറയുന്നത് അവിടെ നമ്മൾ നിയമനിർമ്മാണം നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് നിന്ന് സംസാരിക്കാൻ കഴിയാവുന്ന ഒരാൾ വേണം. 2, ഈ നാട്ടിലെ ജനതയ്ക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം ചേർന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ഉറപ്പിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ മറ്റ് വാഗ്ദാനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ ഇപ്പം നമ്മുടെ തൃക്കാക്കരയിൽ ഒരുപാട് ബ്ലോക്കുണ്ട്. ഞാൻ പറയുകയാണ് ഇൻഫോ പാർക്ക് ഏരിയയിലുള്ള ബ്ലോക്ക് ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇതെല്ലാം ചേർന്ന് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പം പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് ആരെയും പറ്റിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം എന്നാൽ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കും. ശരി അഖിലേട്ടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.